പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ വർഷം നമ്മുടെ മുൻപിൽ ഇനിയും ഒരു ദിവസം കൂടെയുള്ളൂ. ഈ വർഷം ഈ 2025 തീരാൻ പോവുക. ഹാലലിയ. നമ്മുടെ ജീവിതത്തിൽ അനേക അനർത്ഥങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നുപോയൊരു വർഷമായിരുന്നു 2025. എന്നാൽ ഈ 2026 അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും വർഷമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, 2026 ഹാലലിയ സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്ന അത്ര സുഖകരമായ ഒരു വർഷമായിരിക്കില്ല എന്നാണ്. എന്നാൽ ഹാലലിയ ദൈവമക്കൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കേണ്ട കരയേണ്ട ദിവസങ്ങളാണ് എന്ന് ഹാലലിയ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കരയുവാൻ, പ്രാർത്ഥിപ്പാൻ, ഉണർന്നു പ്രാർത്ഥിപ്പാൻ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കേണ്ട സമയങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഹാലലിയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തന്നെ ദൈവത്തിന് സ്തോത്രം. ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ കാണുന്നു: നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. എന്നിട്ട് പറയും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യത്തിന് എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനോ നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. കർത്താവ് നമുക്കൊരു ഉറപ്പ് തരിക. പ്രിയമുള്ളവർ, ഈ 2025 നമ്മൾ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും ഹാലലിയ മറുപടി ലഭിക്കാതിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ഈ വചനത്തിന് മുമ്പാകെ ഉറപ്പ് ഉള്ളവരായിത്തീരുക. ഹാലലിയ. എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തരും. എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കി തരും. ഹാലലുയ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹാലലുയ. എൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കണം. ഹാലലിയ. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ, കണ്ടെത്തും, മുട്ടുവീൻ, തുറക്കപ്പെടുമെന്ന വചനം. അതും കർത്താവ് തന്നെ പറഞ്ഞ വചനമാണ്. നമ്മളൊന്ന് മുട്ടുവാൻ തയ്യാറാകണം, ഒന്ന് ചോദിക്കുവാൻ തയ്യാറാകണം, ഒന്ന് അന്വേഷിക്കുവാൻ തയ്യാറാകണം. ഹാലലിയ. കർത്താവ് നമുക്ക് വേണ്ടി നല്ലത് ഒരുക്കും. പ്രിയമുള്ളവരെ, കണ്ണുനീരോട്, വേദനയോട്, ഭാരത്തോട് പ്രാർത്ഥിക്കുന്ന അനവധി വിഷയങ്ങളില്ലയോ? ഹാലലിയ. ആ വിഷയത്തിന് മേൽ ദൈവം മറുപടി അയച്ച് നമ്മളെ മാനിക്കും. ഇവിടെ വളരെ ഉറപ്പാ കർത്താവ് നമുക്ക് തരുന്നത്. നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. ഹാലി. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. ആ ഒരു ഉറപ്പാ കർത്താവ് നമുക്ക് നൽകി തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് കണ്ണുനീരൊഴുക്കുവാൻ തയ്യാറാകുക. ഈ വർഷം ഹാലലിയ കഴിയുവാണല്ലോ. ഒരു പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തരുവാൻ ശക്തനാ. പ്രിയമുള്ളവരെ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഹാലലിയ ചെയ്യുമെന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെ ചോദിച്ചാൽ എങ്ങനെ നമുക്ക് നൽകി തരും? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് നമുക്ക് നൽകി തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ. പ്രിയമുള്ളവരെ, നമ്മൾ ഹാലലിയ ദൈവസന്നിധിയിൽ ഒന്ന് ചോദിക്കുവാൻ തയ്യാറാകുക, ഒന്ന് കരയുവാൻ തയ്യാറാകുന്ന രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രൈസ് ലോർഡ് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഹാലലിയ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്ത വിഷയങ്ങളുണ്ടല്ലോ. ആ വിഷയത്തിന് മേൽ ദൈവത്തിൻ്റെ കരമൊന്ന് ചലിപ്പിക്കാൻ പോകുക. കർത്താവിൻ്റെ കരം ചലിക്കാൻ പോകാം. ഏറ്റെടുത്താട്ട് ഹാലലിയ എൻ്റെ കർത്താവ് എനിക്ക് തരും, എൻ്റെ കർത്താവ് എനിക്ക് തരും. ഹാലലിയ ഇങ്ങനെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്നോട് എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരുമെന്ന ഒരു ഉറപ്പാ. പ്രിയമുള്ളവരെ, ചെയ്തു തരുവാൻ കഴിയുന്നവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമുക്ക് ചെയ്തു തരുവാൻ കഴിയുന്നവനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. നമുക്ക് ചെയ്തു തരുവാൻ കഴിയുന്നവൻ്റെ അടുക്കലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. മറന്നു പോകരുത്. 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു വാക്യം ഇപ്രകാരമുണ്ട്. എന്താ അവിടെ വായിക്കുന്നത്? ഹല്ലേലൂയ. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമീൻ, ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ചെയ്തു. ഇവിടെയും പറയുക, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ എൻ്റെ നാമത്തിൽ കർത്താവ് ചെയ്തു തരും. എന്നിട്ട് ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണം, നിങ്ങൾക്ക് ലഭിക്കുമെന്ന, നമുക്ക് സന്തോഷിക്കത്തക്കവണ്ണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുമെന്ന്. ഹാലലിയ. സന്തോഷം പൂർണ്ണമാകത്തക്കവണ്ണം നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് അപേക്ഷിക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, നാളുകളായി കരയുന്ന വിഷയം, പ്രാർത്ഥിക്കുന്ന വിഷയം, കണ്ണുനീരൊടുക്കുന്ന വിഷയമുണ്ടല്ലോ, അതിന്മേൽ എനിക്കൊന്ന് മറുപടിയായി എനിക്ക് അതിൽ ഒരു മറുപടി നൽകി തരണമേ എന്ന് ദൈവസന്നിധിയിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നൽകി തരുവാൻ ശക്തനാ. നമ്മുടെ കർത്താവ് നൽകി തരുവാൻ ശക്തി. 14-ാം അധ്യായം അതിൻ്റെ
അതിൻ്റെ ഹല്ലേലൂയ 26 വാക്യം വായിക്കുന്നത് ഇങ്ങനെ, ആ ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ലെന്ന ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി എന്നിട്ടും പറയുക, ഇത് തുടങ്ങുന്നതും ഇങ്ങനെ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല. നമ്മുടെ കർത്താവിൽ നിന്ന് ലഭിക്കുന്ന സമാധാനം അത് ഏറ്റവും നിത്യത വരെ നമ്മളെ കൊണ്ടുപോകുന്ന പ്രിയമുള്ളവരെ. ദൈവത്തിന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആരെങ്കിലും ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഈ കർത്താവ് പറയുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുക. അത് ലോകം തരുന്നത് പോലെയല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവസന്നിധി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പറയും, നിങ്ങൾ എന്നിലും എൻ്റെ വചനങ്ങളിൽ നിങ്ങൾ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ പറയുന്നത് നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. എന്താ ചെയ്യേണ്ടത്? എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തമ്പുരാൻ്റെ വചനം നമ്മുടെ ഉള്ളിലൊന്ന് ക്രിയ ചെയ്യട്ടെ പ്രിയമുള്ളവരെ. വചനം അതാ പറയുന്നത്. നിങ്ങൾ എന്താ കർത്താവ് തന്നെ പറയുന്നത്, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന്. അത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാകണം. കർത്താവ് തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാകണം. ഇവിടെ പറയുക, ദൈവത്തിന് സ്തോത്രം, എൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരണം, എന്നിൽ വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളിലും വസിക്കുമെന്ന. കർത്താവിൽ നമ്മൾ വസിക്കുവാൻ തയ്യാറായാൽ കർത്താവ് നമ്മളിൽ വസിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നമുക്ക് ലഭിക്കും പ്രിയമുള്ളവരെ. ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാൻ ശക്തനായവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ കർത്താവിനോടൊന്ന് ചോദിക്കുക, കർത്താവ് നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ഒരുക്കി തരും. ധനവും മാനവും എല്ലാം ആരുടെ കയ്യിലാണ്? നമ്മുടെ കർത്താവിൻ്റെ കയ്യിലാണ് പ്രിയമുള്ള. വചനം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നത്. സകലതും അവങ്കൽ നിന്ന് വരുന്ന. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാ. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തരുവാൻ ശക്തനാ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് മതിയായവനാ. ആ കർത്താവിനൊന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി തരും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി വലിയ ചെയ്യും. ഈ വർഷത്തിൻ്റെ അവസാന സമയമാണല്ലോ. ഈ വർഷം കഴിയാൻ പോവാ. നമുക്ക് വേണ്ടി ദൈവം വലിയ ചെയ്യും പ്രിയമുള്ളവരെ. നമ്മെ തന്നെ ദൈവസ്ഥലത്ത് സമർപ്പിക്കാം. ഈ ഹാലിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ മറുപടി കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ലക്ഷം കൂടെ സമർപ്പിക്കുന്ന അടിനെ താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.